മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മലയാളത്തിൽ ഉപയോഗിച്ചു വരുന്ന പള്ളി എന്ന വാക്ക് മലയാളത്തിന്റെ സാംസ്കാരിക മഹത്വത്തിന്റെ ഒരു സൂചന കൂടിയാണ്. ബൗദ്ധ ജൈന വിഹാരങ്ങൾക്കാണ് ആദ്യകാലത്ത് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുഹമ്മദീയരുടെയും ആരാധനാലയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചു പോരുന്നു. ശബ്ദധാരാവലി പള്ളി എന്ന വാക്കിന്റെ നിരുക്തി പ്രാകൃതത്തിൽ നിന്നാണ് എന്ന് സൂചിപ്പിക്കുന്നു. പ്രാകൃതം ബുദ്ധമതം ഉപയോഗിച്ചിരുന്ന ഭാഷയാണെന്ന് നമുക്കറിയാം. ബൗദ്ധവിഹാരങ്ങളോട് ചേർന്ന് അന്ന് വിദ്യാശാലകൾ ഉണ്ടായിരുന്നു. അവയായിരുന്നു പള്ളിക്കൂടങ്ങൾ. ഈ അടുത്ത കാലം വരെയും നമ്മൾ സ്കൂളിനെ പള്ളിക്കൂടം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പള്ളി എന്നത് വിശേഷണമായി ഉപയോഗിക്കുമ്പോൾ അത് ബഹുമാന സൂചകമാണ്. പള്ളിയോടം, പള്ളിയുറക്കം, പള്ളിവേട്ട തുടങ്ങിയ ധാരാളം വാക്കുകളുണ്ട്. രാജാവിന്റെ ഓടത്തെയും ഉറക്കത്തെയും വേട്ടയെയുമാണ് പള്ളി എന്ന വിശേഷണം ചേർത്ത് മഹത്വവൽക്കരിച്ചത്. പള്ളി ശംഖ് എന്ന വാക്ക് ശ്രീകൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന പാഞ്ചജന്യം എന്ന ശംഖിനെയാണ് സൂചിപ്പിക്കുന്നത്. പള്ളിക്കുന്ന് എന്നാൽ കൈലാസം എന്നർത്ഥം. ശിവൻ ഇരിക്കുന്ന ആ മലയും ശ്രേഷ്ഠമായ മല തന്നെ. പള്ളിയാർ എന്ന പദമാകട്ടെ പണ്ട് ബുദ്ധഭിക്ഷുക്കളെ വിളിച്ചിരുന്ന പേരാണ്. ക്രിസ്ത്യാനികളെയും പള്ളിയാർ എന്ന് വിളിച്ചിരുന്നു. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഭക്തന്മാർ കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിനെ പള്ളിക്കെട്ട് എന്നും പറയും. ഇവിടെ പള്ളി എന്ന വിശേഷണം വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അഥവാ ശബരിമല പണ്ടൊരു ബൗദ്ധക്ഷേത്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സമർത്ഥിക്കുന്നതിന് സാധൂകരിക്കുന്ന ഒരു പ്രയോഗവുമാകാം പള്ളിക്കെട്ട് എന്നത്. പള്ളിയറ എന്നൊരു വാക്കുണ്ട് നമുക്ക്. അത് രാജാവിന്റെ മാത്രമല്ല ഈശ്വരന്റെയും ഉറക്കറയാണ്. ചില ക്ഷേത്രങ്ങളിൽ പള്ളിയറ ഉണ്ടാകാറുണ്ട്. ഇവിടെയും പള്ളി ആദരസൂചകമാണ്. ഇത്രമേൽ ആദരസൂചകമായ ഒരു പദമാണ് ബൗദ്ധ, ജൈന, ക്രൈസ്തവ, മുസ്ലിം, യഹൂദ ആരാധനാലയങ്ങൾക്കും മലയാളി ഉപയോഗിച്ചത് എന്നത് പല മതസാരവും ഏകം എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ മതത്തിന്റെയും ആരാധനാലയങ്ങളെ ബഹുമാനിക്കാനുള്ള മലയാളിയുടെ ഉയർന്ന മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഈ പരിപാടി വീണ്ടും കേൾക്കാം രാത്രി 9:15.